കർണാടകയിലെ നിയുക്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട DV സദാനന്ദ ഗൗഡ കേരളത്തിന്റെ അയൽക്കാരൻ. കേരള അതിർത്തിയിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി സുള്യ താലൂക്കിലെ മണ്ടേകാലിലാണ് ഗൗഡയുടെ തറവാട്ട് ഭവനം. അദ്ദേഹത്തിന്റെ ജന്മഗൃഹമായ ഇവിടെ മാതാവ് കമലയും സഹോദരൻ DV ഭാസ്കരനും അദ്ദേഹത്തിന്റെ ഭാര്യ വാണിയുമാണ് താമസം. മാതാവും സഹോദരനും മലയാളം നല്ല വശമാണെന്നതും കേരളവുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നു. മനസ്സിന് കുശിയായിട്ട് സന്തോഷിക്കുന്നുണ്ട്. വരുന്നുണ്ട്. തിങ്കൾക്ക് 2 വരുന്നുണ്ടായി. ഇപ്പോൾ വരാതെ ഒരു തിങ്കൾ കഴിഞ്ഞു. എല്ലാ മാസത്തും വരുന്നുണ്ടായി. ഇപ്പോൾ മാത്രം വരാതെ 1 തിങ്കൾ കഴിഞ്ഞു. അതെ, ലാസ്റ്റ് വന്നിട്ട് 1 തിങ്കൾ കഴിഞ്ഞു. അതിന് പിന്നെ വന്നിട്ടില്ല. എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനവിടെ ഉണ്ടായി. കൈ മുങ്ങിന്നു ഓരെന്നല്ലേ ആക്കുന്നത്. അത്ര പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കാം. സന്തോഷം തന്നെ. കാണുന്നുണ്ട്, വരുന്നുണ്ട്, എപ്പോഴും വന്നുകൊണ്ടുണ്ട്. പിന്നെ വന്നിരിക്ക് തറവാട്ട് ദൈവമെല്ലാം ഉണ്ടായല്ല, അതിനെല്ലാം വന്നിട്ടുണ്ടായി. വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഞാനും പോകുന്നു, അവർ വരുന്നു. കുശിയിലുണ്ട് എല്ലാവരും. മകന്റെ മുഖ്യമന്ത്രി സ്ഥാനലബ്ധിയിൽ കമലയും കുടുംബാംഗങ്ങളും മധുരം നൽകി ആഹ്ലാദം പങ്കുവച്ചു. വിവരം അറിഞ്ഞതു മുതൽ ഈ തറവാട്ടിൽ സന്ദർശകരുടെ തിരക്കാണ്. 1994 പുത്തൂർ MLA ആയിരുന്നു സദാനന്ദ ഗൗഡ. പിന്നീട് മംഗലാപുരത്തു നിന്നും ലോകസഭാംഗമായി. അന്നു മുതൽ മംഗലാപുരത്തായിരുന്നു താമസം. എങ്കിലും മാസത്തിൽ 2 തവണയെങ്കിലും അദ്ദേഹം കുടുംബ വീട്ടിലെത്തുമായിരുന്നു. ഏതാനും വർഷം മുമ്പ് മകൻ കൗശിക് അപകടത്തിൽ മരണമടഞ്ഞപ്പോൾ ഏറെക്കാലം തറവാട്ടിൽ തന്നെയായിരുന്നു താമസം. സദാനന്ദ ഗൗഡ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിഞ്ഞതു മുതൽ ദക്ഷിണ കർണാടക ആഹ്ലാദത്തിമർപ്പിലാണ്. ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകത്തിന്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു സദാനന്ദ ഗൗഡ. കേരളവുമായി സൗഹൃദം നിലനിർത്താൻ ഈ ബന്ധം ഉപകരിക്കുമെന്ന പ്രത്യാശയിലാണ് കേരളീയരും. ന്യൂസ് ഡെസ്ക് മലയാളം ടുഡേ.